പ്രിയപ്പെട്ട പ്രേക്ഷകർ, അങ്ങനെ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് വരും. ഇവിടെ പന്തു തട്ടുമെന്നുള്ള വാർത്തകൾക്കിടയിൽ മറ്റൊരു സ്ഥിരീകരണത്തിലേക്ക് പോവുകയാണ്. മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്കില്ല എന്ന സ്ഥിരീകരണം. നവംബറിൽ അങ്കോളയുമായി മാത്രമാണ് മത്സരം ഉണ്ടാവുക എന്ന് അർജന്റൈൻ ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നു. ഫിഫ അനുമതി ലഭിക്കാനുള്ള കാലതാമസം പരിഗണിച്ചാണ് നവംബറിൽ പര്യടനം മാറ്റിയത് എന്ന് കേരളത്തിലെ സ്പോൺസർമാർ അറിയിച്ചു. മെസ്സിയും ടീമും അടുത്ത വിൻഡോയിൽ കേരളത്തിൽ കളിക്കുമെന്നും സ്പോൺസർമാർ പറയുകയാണ്. രുചേഷ് പി രവീന്ദ്രൻ വിവരങ്ങളുമായി രുചേഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ മെസ്സിയും ടീമും കേരളത്തിൽ പന്തു തട്ടാൻ എത്തും എന്ന് കായിക മന്ത്രി അടക്കം സ്ഥിരീകരിച്ച വാർത്തയാണ് ഇപ്പോൾ സ്പോൺസർമാർ സ്ഥിരീകരിക്കുന്നത്. എന്താണ്? സേതുലക്ഷ്മി, എന്തായാലും ഈ നവംബറിൽ മെസ്സിയും അർജന്റീന ടീമും വരില്ല എന്ന കാര്യത്തിൽ ഒരു ഉറപ്പായിരിക്കുന്നു. ഇനി ലോകകപ്പിന് മുൻപ് ഒരേ ഒരു വിൻഡോ മാത്രമാണുള്ളത്, അത് മാർച്ചിലാണ്. മാർച്ചിൽ വരും എന്നാണ് ഇപ്പോൾ സ്പോൺസർ പറയുന്നത്. മാർച്ചിലേക്കുള്ള വിൻഡോയിലേക്ക് മെസ്സിയുടെയും അർജന്റീനയുടെയും മത്സരം മാറ്റിവെച്ചു. ഫിഫയുടെ അനുമതി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള കാലതാമസമാണ് ഇക്കാര്യത്തിൽ ഒരു നിർണായക തീരുമാനമായതെന്നാണ് സ്പോൺസർ അറിയിക്കുന്നത്. നേരത്തെ തന്നെ അർജന്റീനയുടെ എതിരാളികളായ ഓസ്ട്രേലിയയുടെ അടുത്ത വിൻഡോയിലെ എതിരാളികൾ ആരെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നു. അത് വെനസ്വേലയും കൊളംബിയയുമായിരിക്കുമെന്ന് അറിയിച്ചതോടെ തന്നെ ഈ ആശങ്ക ഉണ്ടായിരുന്നു. കാരണം അർജന്റീനയുടെ എതിരാളികളായി കളിക്കേണ്ട ഓസ്ട്രേലിയ എന്തായാലും ഇന്ത്യയിലേക്ക് വരില്ല എന്ന് അറിയിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ അർജന്റീന തന്നെ ഔദ്യോഗികമായ പേജിൽ വ്യക്തമാക്കിയത് നവംബറിൽ സ്പെയിനിലേക്ക് അർജന്റീന ടീം പരിശീലനത്തിനായി പോകും. അങ്കോളയുമായി മാത്രം സൗഹൃദ മത്സരം കളിക്കും എന്ന് അർജന്റീന അറിയിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഒരു സ്ഥിരീകരണവുമായി ഇപ്പോൾ സ്പോൺസർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു ചർച്ച നടത്തി. ആ ചർച്ചയിൽ വന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫിഫയുടെ അനുമതി ലഭിക്കില്ല എന്ന് ഉറപ്പായതോടെ അടുത്ത വിൻഡോയിലേക്ക് മത്സരം മാറ്റിയെന്നാണ് സ്പോൺസർ അറിയിക്കുന്നത്. പക്ഷേ ലോകകപ്പിന് തൊട്ടു മുൻപുള്ള ഒരു വിൻഡോയിൽ വീണ്ടും ഇത്രയും ദൂരം ഉള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് വരുമോ എന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും ഒരു ആശങ്ക അവിടെയുണ്ട്. കാരണം ഇനി അധിക മാസങ്ങളില്ല. മാർച്ചിലാണ് അടുത്ത വിൻഡോ ഉള്ളത്. ഈ നവംബർ കഴിഞ്ഞാലുള്ള വിൻഡോ എന്തായാലും ഉള്ളത് മാർച്ചിലാണ്. വലിയൊരു ആവേശമായിരുന്നു കേരളത്തിന് ഉണ്ടായിരുന്നത്. മെസ്സിയും അർജന്റീനയും വരും എന്ന കാര്യത്തിലൊക്കെ കഴിഞ്ഞ ലോകകപ്പ് ജയിച്ചതിന് പിന്നാലെ നൽകിയ വാഗ്ദാനമായിരുന്നു. മന്ത്രി തന്നെ മെസ്സി വരും എന്ന് പറയുന്നു. പിന്നീട് സ്പോൺസർമാരിലേക്ക് എത്താൻ വലിയ ശ്രമം നടത്തുന്നു. അതിന് പിന്നാലെ ഒരു സ്പോൺസർ ലഭിക്കുന്നു. ആ സ്പോൺസറുമായി ചർച്ചകൾ നടത്തുന്നു. അർജന്റീന ടീമിന്റെയും മെസ്സിയുടെയൊക്കെ വരവില് AFA കേരള സർക്കാരിനെ വിമർശിച്ചൊക്കെ രംഗത്ത് വന്നിരുന്നതാണല്ലോ. അപ്പോൾ അത് ഇതിനെന്തെങ്കിലും കാരണമൊക്കെ ആയിട്ടുണ്ടോ? ആ അർത്ഥത്തിൽ നമുക്കിപ്പോൾ ഒരു സ്ഥിരീകരണം പറയാനാകില്ല. കാരണം അതിനുശേഷമാണ് AFAയുടെ പ്രതിനിധിയൊക്കെ കേരളത്തിലെത്തിയതും ആശങ്ക വേണ്ട, മത്സരിക്കും എന്ന കാര്യമൊക്കെ അറിയിച്ചത്. നേരിട്ട് കലൂർ സ്റ്റേഡിയത്തിലെത്തി പരിശോധന നടത്തി. കലൂർ സ്റ്റേഡിയത്തിന്റെ ജോലികൾ സ്പോൺസർമാരുമായി ബന്ധപ്പെട്ട് ആ അർത്ഥത്തിൽ തുടരുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു കലൂർ സ്റ്റേഡിയം നമുക്കറിയാം ഫിഫയുടെ അനുമതിയുള്ള ഒരു സ്റ്റേഡിയമല്ല നിലവിൽ. കാരണം ആ അംഗീകാരമൊക്കെ റദ്ദായിട്ടുണ്ട്. കലൂരിന്റെ പല കാര്യങ്ങളും, അത് പിച്ചാകട്ടെ, ഔട്ട്ഫിറ്റിന്റെ കാര്യം മാത്രമല്ല, പുറത്ത് സ്റ്റേഡിയത്തിന്റെ സൗകര്യങ്ങൾ, ആ ഗാലറിയിലൂടെ സൗകര്യങ്ങളാകട്ടെ, സുരക്ഷാ സംവിധാനമാകട്ടെ, അവിടെയുള്ള കടകൾ സംബന്ധിച്ച തർക്കമാകട്ടെ, അതെല്ലാം വെച്ച് തന്നെ ഫിഫയുടെ അനുമതി നേരത്തെ തന്നെ കലൂർ സ്റ്റേഡിയത്തിന് ഉണ്ടായിരുന്നില്ല. ഫിഫയുടെ അനുമതി ലഭിക്കുന്നതിനാവശ്യമായ ഒരു അറ്റകുറ്റപ്പണിയിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അതെന്തായാലും തുടങ്ങിയിട്ടുണ്ട് എന്ന് സ്പോൺസർ അറിയിക്കുന്നു. പക്ഷേ ആ അനുമതിയൊന്നും ഈ കുറഞ്ഞ കാലത്തിനുള്ളിൽ ലഭിക്കില്ല എന്ന ആശങ്ക ഫുട്ബോൾ വിദഗ്ധർ തന്നെ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. പ്രത്യേകിച്ച് ഒരു 45 ദിവസം, ഏറ്റവും കുറഞ്ഞത് 45 ദിവസമെങ്കിലും ഒരു പിച്ച്, ഫിഫയുടെ ഒരു യോഗ്യതയുള്ള ഒരു പിച്ചായി മാറ്റാൻ ഒരു 45 ദിവസം തന്നെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ജോലി തുടങ്ങിയതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആ നവംബർ 10 മുതൽ 18 വരെയുള്ള ആ വിൻഡോയ്ക്കിടയിൽ എന്തായാലും ആ പിച്ച് റെഡിയാകില്ല എന്ന് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. പക്ഷെ അപ്പോഴും ഒരു അവസാന ഘട്ടത്തിൽ ഫിഫയുടെ ഒരു അനുമതി ലഭിക്കും എന്ന പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ അത് ഫിഫയുടെ അനുമതി ലഭിക്കില്ല എന്ന് ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയാണ്, സ്പോൺസർമാരും അറിയിക്കുകയാണ്. എന്തായാലും മെസ്സിയെ കാത്തിരിക്കുന്ന ആരാധകർക്ക് നിലവിൽ നിരാശ എന്ന് തന്നെയാണ് പറയാനാവുക. കാരണം അടുത്ത വിൻഡോയിൽ വരും എന്നൊരു വാഗ്ദാനം പറയുമ്പോൾ പോലും നമുക്കറിയാം നേരത്തെ ഒക്ടോബറിൽ വരും എന്ന് അറിയിച്ചതായിരുന്നു. ഒക്ടോബറിൽ വന്നില്ലെങ്കിൽ പിന്നീട് വരേണ്ടതില്ല എന്നടക്കം വളരെ കടുപ്പിച്ച ഒരു നിലപാടായിരുന്നു സ്പോൺസർക്ക് ഉണ്ടായിരുന്നത്. പിന്നീടാണത് നവംബറിലേക്ക് മാറുന്നത്. ഇനിയുള്ള ഒരേ ഒരു വിൻഡോ മാർച്ചിലാണ്. ഇതിങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരും എന്ന് പറയുകയാണ്. ആ പ്രതീക്ഷയിൽ നമ്മൾ ഇങ്ങനെ നിൽക്കണോ എന്നതാണ് അടുത്തത്. കാരണം നമുക്കറിയാം മെസ്സിയും അർജന്റീനയും ഇങ്ങോട്ടേക്ക് വരുന്നത്. മെസ്സിയും കൂട്ടരും, മെസ്സിപ്പട എന്താണെങ്കിലും കേരളത്തിലേക്ക് ഉടനൊന്നുമില്ല. ആരാധകർക്ക് നിരാശയാണ്. രുചേഷ് രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. മെസ്സിയും അർജന്റീന ടീമും നവംബറിൽ കേരളത്തിലേക്ക് വരില്ല.